Sometimes the most important thing in a whole day is the rest taken between two deep breaths. ഞാൻ ബീന. ഞാൻ ഇന്ന് പാനിക് അറ്റാക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ആങ്സൈറ്റിയും ടെൻഷനും എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും അനുഭവിക്കാറുണ്ട്. പുതുതായി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴോ, പുതിയൊരു സ്ഥലത്തേക്കൊരു യാത്ര ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുമ്പോഴോ ഒക്കെ നമ്മൾ എല്ലാവരും ടെൻഷൻ അനുഭവിക്കാറുണ്ട്. അല്പം ടെൻഷൻ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള മനസ്സിൻ്റെ സ്വാഭാവികമായ പ്രതികരണമാണ് ആങ്സൈറ്റി. ചില വ്യക്തികൾ പരാതിപ്പെടാറുണ്ട്, വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുന്നു, അതുപോലെ ശ്വാസം കിട്ടാതെ വരുന്നു, വിയർത്തൊലിക്കുന്നു, ഇപ്പോൾ മരിച്ചു പോകുമെന്ന ഒരു തോന്നൽ, കണ്ണിൽ ഇരുട്ട് കയറുന്നു. ആകെക്കൂടെ ഇത് കണ്ടാൽ ഇത് ഹൃദയാഘാതമാണെന്ന് തന്നെ തോന്നും. നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ മതിയായ കാരണങ്ങളില്ലാതെ അമിതമായ ഒരു ആങ്സൈറ്റിയും ഒരു വല്ലാത്ത പേടിയും ഉണ്ടാക്കുന്ന തരം ഒരു ബിഹേവിയറൽ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡറാണ് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്ക് ഉള്ളൊരു വ്യക്തിക്ക് നോർമൽ അറ്റാക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അവരുടെ ബോഡിയും മൈൻഡും ഒക്കെ പോകുന്നത്. എന്നാൽ അവർ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവർ നോർമലായിരിക്കുന്നതായിട്ടും കാണാം. പാനിക് അറ്റാക്ക് ഒരു ഇൻറ്റൻസ് ഡിസോർഡറാണ്. സിംറ്റംസ് ഓഫ് പാനിക് അറ്റാക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കാരണമൊന്നുമില്ലാതെ ഹാർട്ട് ബീറ്റ് വല്ലാതെ വർദ്ധിക്കുക, അമിതമായി വിയർക്കുക, പെട്ടെന്നൊരു ഭയം, വെപ്രാളം, ശരീരം പെട്ടെന്ന് ക്ഷീണിച്ച് കുഴഞ്ഞു പോകുന്നതായിട്ട് തോന്നും, ചെസ്റ്റ് പെയിൻ ഉണ്ടാകുക, കൈകാലുകളും ശരീരത്തിനും ഒരു മരവിപ്പ് അനുഭവപ്പെടുക, ശരീരത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുക, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഗിഡിനെസ്, ചുറ്റുപാടുകളെക്കുറിച്ച് ബോധം നഷ്ടപ്പെടൽ, ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കുഴഞ്ഞു പോകുന്നതായിട്ടും നമ്മൾ വീണു പോകുന്നതായിട്ടും അനുഭവപ്പെടും. പാരമ്പര്യമായ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള കുടുംബങ്ങളിലാണ് പാനിക് ഡിസോർഡർ കൂടുതലായി കണ്ടുവരാറുള്ളത്. ചെറുപ്രായത്തിൽ വളരെ തീവ്രമായ സമ്മർദ്ദ സാഹചര്യങ്ങൾ, അതുകൂടാതെ പുകവലി, പിന്നീട് കഫൈൻ്റെ കൂടുതൽ ഉപയോഗം, ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ഉറക്കക്കുറവ് എന്നിവയും പാനിക് ഡിസോർഡറിന് കാരണമാകാറുണ്ട്. തലച്ചോറിലെ സെറോട്ടോണിൻ പോലെയുള്ള കെമിക്കൽസിൻ്റെ വ്യതിയാനമാണ് ഈ പാനിക് ഡിസോർഡർ ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഉണ്ടാകും. വീണ്ടും വീണ്ടും വരുമെന്ന തോട്ട് കൂടുതലാണ്. അത് ജീവിതത്തെ ഡിസ്ഫങ്ഷണലാക്കും. ചില റിലാക്സേഷൻ വ്യായാമങ്ങൾ വഴി പാനിക് ഡിസോർഡർ പരിഹരിക്കാം. ചിന്തകളുടെ വൈകല്യങ്ങൾ തിരുത്താനുള്ള മനഃശാസ്ത്ര ചികിത്സകളും ഇതിന് സഹായകമാണ്. എന്നാൽ തീവ്രമായ പാനിക് അറ്റാക്ക് ഉള്ള വ്യക്തിക്ക് ഈ പറയുന്ന മനഃശാസ്ത്ര ചികിത്സകളോട് ഒന്നും സഹകരിക്കാൻ പറ്റില്ല. കാരണം എന്തോ മാരക രോഗമാണെന്ന ചിന്തയാണ്. രോഗലക്ഷണങ്ങൾക്ക് പെട്ടെന്ന് ശമനം വന്നാൽ മാത്രമേ ചികിത്സകളോട് സഹകരിക്കൂ. പാനിക് ഡിസോർഡർ പരിഹരിക്കാൻ ലഘുവായ ചില റിലാക്സേഷൻ വ്യായാമങ്ങൾ വഴി തന്നെ സാധിക്കും. പാനിക് അറ്റാക്ക് ഭയപ്പെടുത്തുന്നതാണെങ്കിലും ജീവന് അപകടകരമല്ലാത്തതിനാൽ നല്ല പിന്തുണയും ചികിത്സയും ലഭിച്ചാൽ ഇവർക്ക് നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ, നല്ല ഉയർന്ന രീതിയിൽ തന്നെ ജീവിതം നയിക്കാൻ സാധിക്കും. അതിനാൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.